ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഒരു കുഞ്ഞി പൂവാണ് കേട്ടോ, ഒരു വള്ളിച്ചെടിയാണ്. ഈ പൂവ് ഉണ്ടാവാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം. നമ്മളുടെ പറമ്പിലൊക്കെ ഇത് ധാരാളം നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറമ്പുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെടികളൊക്കെ ഇഷ്ടം പോലെ കാണുമായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ഈ ചെടീൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. നമ്മളത് വള്ളിയൊക്കെ പിടിച്ച് പറിച്ച് കളയും, പൂവൊക്കെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഉരച്ച് നോക്കിയിട്ട് അതിൻ്റെ കളറ് പേപ്പറിലൊക്കെ ഉരച്ചിട്ടൊക്കെ നമ്മൾ അതിൻ്റെ കളറൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കളറുള്ളൊരു ചെടി എന്ന ഒരു ഇത് മാത്രമേ നമുക്ക് ഈ പൂവിനെക്കുറിച്ച് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഈ പൂവിനെ കുറിച്ചുള്ള അറിവുകളും ഈ പൂവിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി അറിയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ശംഖുപുഷ്പം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വളർത്താൻ തുടങ്ങിയത്. സാധാരണ നമ്മൾ ബ്ലൂവും വൈറ്റും ആയിട്ടുള്ള ശംഖുപുഷ്പമാണ് അധിക സ്ഥലങ്ങളിലും കാണാറുള്ളത്. എൻ്റെ അടുത്ത് ഇത് രണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ വൈറ്റ് ഇപ്പം ഉണ്ടാവാറില്ല. ഞാൻ അതിൻ്റെ വിത്തെടുത്തിട്ട് അത് മുളപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇപ്പം ബ്ലൂ കളറിലെ ശംഖുപുഷ്പമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇത്രയധികം കിട്ടാറില്ല, നമുക്കിന്ന് കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചായ കുടിക്കില്ലേ, ചായപ്പൊടി ഉപയോഗിച്ച് ചായ കുടിക്കണ മാതിരി ഈ പൂവ് വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ട് പൊടിച്ച് വെച്ചിട്ട് നമുക്കിത് ബ്ലൂ ടീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് കേട്ടോ. നമ്മൾ വീടുകളിലൊക്കെ നമുക്ക് വളർത്താൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും വളർത്തണം. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു പൂവാണിത്. കുറച്ച് ഞങ്ങൾ മാറ്റി വയ്ക്കും. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം ഉണ്ടല്ലോ, അത് തിളപ്പിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കുറച്ച് ഇടാറുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഉണക്കി വെച്ചിട്ട് പൊടിച്ച് വയ്ക്കാറാണ്. നമുക്ക് വെള്ള കളറിലെ പൂവാണെന്നുണ്ടെങ്കിലും ബ്ലൂ കളറിൽ പൂവാണെന്നുണ്ടെങ്കിലും രണ്ടിനും ഒരേ ഔഷധ ഗുണമാണ്. നമുക്ക് രണ്ടും ഒരുപോലെ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്ലൂ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എല്ലാവരും ഈ പൂവ് വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ.